നമ്മളെ ചിലപ്പോ നമ്മളെ ചിലപ്പോ കളിയാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഒരു അല്ലെ. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിലങ്ങ് കയറി കൂടിയിട്ടുണ്ടാവും. അതായത് ചൈൽഡ്ഹുഡ് ട്രോമാസ്, അല്ലെങ്കിൽ ചില വാക്കുകള്, എന്തെങ്കിലും കാര്യങ്ങൾ, ചില വ്യക്തികള്, ഒരാള് നമ്മളെ നോക്കിയാൽ പോലും കുറച്ചധികം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കെന്തോ കുഴപ്പമുണ്ടോ. ഒരാള് നമ്മളെ കൂടുതൽ നോക്കുന്നുണ്ട്, അതായത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്നെന്താ എല്ലാവരും നോക്കുന്നത്, എനിക്ക് എന്തോ കുഴപ്പമുണ്ടോ, എന്നെ എല്ലാവരും നോക്കുന്നുണ്ടല്ലോ, ഞാൻ ഞാൻ അടിപൊളിയായിട്ടാണ്, അല്ലെങ്കിൽ എന്നിൽ എന്തോ പ്രത്യേകത ഉണ്ടായിട്ടാണ് എന്നെ അവർ നോക്കുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കലുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ഞാൻ ഇതിന്റെ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞാ തോന്നുന്നു, എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഓർമ്മ വന്നു. നമ്മൾ ആദ്യം തുണി എല്ലാം നേരെയാക്കാൻ നോക്കും, ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ആക്കും, അല്ലെങ്കിൽ അല്ലെ വേഗം ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് വലിച്ചു വിടും. എവിടെയെങ്കിലും കാണുന്നുണ്ടോ, നമ്മളെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും, ഇനി വേറെന്തോ പ്രശ്നമുണ്ടോ, ഉം എടാ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മളിൽ ഒരു വിശ്വാസം ഇല്ല എന്നാണ് അർത്ഥം. കാരണം ഇവരൊക്കെ നോക്കണമെങ്കിൽ എന്തെങ്കിലും ഞാനൊരു ഏഹ്, ഒരു സുഖമില്ലാത്ത ഒരു സിറ്റുവേഷനിലായിട്ടായിരിക്കും നോക്കുന്നത് എന്ന ഒരു തോട്ട് നമ്മളിൽ പോവാണ്. അപ്പൊ അവിടെ എന്താ വരുന്നത്? ചിന്ത, നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്ത, അല്ലെ? ഈ തോട്ട് പ്രോസസ്സിനെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് എന്നിലേക്ക് ഇത്തരം ചിന്തകൾ വരുന്നത്? എന്തൊക്കെ ചിന്തകളാണ് വരുന്നത്? ആ ചിന്തകൾ കാരണമാണല്ലോ എനിക്കിങ്ങനെ ഉള്ള കാര്യങ്ങൾ വരുന്നത്. ഒരു വലിയ ക്രൗഡിന്റെ അടുത്ത് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ, അവിടെ എത്തിപ്പെടുമ്പോൾ ഞാൻ ഒന്നുമല്ല, ഞാൻ അവരുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് തോന്നുക. ഏയ്, ഞാൻ ഇന്ന കാര്യം സംസാരിച്ചാൽ ശരിയാവില്ല, അല്ലെങ്കിൽ നമ്മളെ ആർക്കും വലിയ വിലയൊന്നുമില്ല, ഞാൻ ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ വേണ്ടി വിചാരിച്ചാൽ അത് സക്സസ് ആവൂല, അല്ലെങ്കിൽ അത് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇങ്ങനെയുള്ള കുറേ തോന്നലുകൾ, അല്ലെങ്കിൽ നമ്മളൊന്നുമല്ല, എനിക്കൊരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ എനിക്ക് പറ്റൂല, പ്രയാസാണ് എന്നൊക്കെ നമ്മൾ തന്നെ നമുക്കൊരു മാർജിൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു ലൈൻ അങ്ങ് വരച്ചു വെക്കും, ഞാൻ ഇതിന്റെ അകത്താണ്, അതിന്റെ പുറത്തേക്ക് എനിക്ക് പോവാനേ പറ്റൂല. ഇതൊക്കെയാണ് ഇത്തരക്കാരുടെ മെയിൻ പരിപാടികൾ, അല്ലെങ്കിൽ പരാതികൾ. സ്വന്തത്തോട് തന്നെ പറയാ, സ്വന്തത്തിനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിനക്ക് പറ്റൂല, എനിക്ക് കഴിയൂല, നിനക്ക് ഇതേ പറ്റൂല. അതൊക്കെ അവർക്ക് പറഞ്ഞ പണിയാണ്, അതൊന്നും നമുക്ക് പറഞ്ഞ പണിയല്ല. ഇങ്ങനത്തെ കുറെ തെറ്റിദ്ധാരണകൾ, സ്വന്തത്തിനോടുള്ള തെറ്റിദ്ധാരണകൾ അപ്പൊ നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവും. ഇതൊക്കെ ഇപ്പൊ പറയുന്നത് ഞാൻ വളരെ കുറഞ്ഞ ഒരാളാണ് കേട്ടോ. എന്റെ ഒരു പേഴ്സണൽ ഇതിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവേ ഇല്ല. പക്ഷേ എന്നാലും ഞാനും മനുഷ്യൻ ആണല്ലോ, മനുഷ്യന്മാരുടെ കൂട്ടത്തിലായതുകൊണ്ട് ചില സമയങ്ങളിൽ ചില ഏരിയകളിൽ നമ്മൾ കൂടെയും ചിലപ്പോൾ കടന്നു പോവാറുണ്ട്, വരാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഒരു കടന്നു പോക്കിനെ എന്ത് ചെയ്യുന്നറിയോ, ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു നിസ്സാരമാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിപ്പോ എന്താ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ പിന്നെ എന്ത് ചെയ്യും, അതിനെ വീണ്ടും ഒന്നും കൂടെ റീതിങ്ക് ചെയ്തിട്ട് എന്തിനാ ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം, ആ ഒരു കാര്യം ഇപ്പൊ എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞൂടാ. അപ്പോ നമ്മളിപ്പോ പാട്ട് പാടാൻ അറിയുന്നവരെ നോക്കിയിട്ട് ഞാൻ അങ്ങനെയായിപ്പോയി, ഞാൻ ഇങ്ങനെയായിപ്പോയി, അതായിപ്പോയി. ആദ്യമൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പാടുമെങ്കിലും ചിലപ്പോൾ താളം കിട്ടൂല, അല്ലെങ്കിൽ ലൈന് കാണാതെ പഠിക്കുന്ന പരിപാടി, നമുക്ക് ലിറിക്സ് ഉണ്ടല്ലോ, കാണാതെ പഠിക്കുന്ന പരിപാടിയൊക്കെ എനിക്ക് പ്രയാസമായിരുന്നു. ട്യൂണൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ കയ്യിൽ കിട്ടും, എന്നിട്ട് എന്തെങ്കിലും ലിറിക്കൊക്കെ വെച്ചിട്ട് പാടും, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പറഞ്ഞു വരുമ്പോ ഇങ്ങനെ പറയും, ടൂർ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഞാൻ സ്റ്റേറ്റ് പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ സ്റ്റേറ്റിലേക്കൊക്കെ പോകുമ്പോൾ ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവര് ഭയങ്കരമായിട്ട് സ്റ്റേറ്റിലൊക്കെ പോകുന്ന കുട്ടികളല്ലേ, നമ്മൾ ഓരോ ഓരോ പ്രോഗ്രാമിനൊക്കെ ഭയങ്കര, എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആയിരിക്കും. അപ്പൊ ഈ സമയത്തൊക്കെ എനിക്ക് താളം പോവായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ തോന്നും, ഞാനതിൽ ഇവരെ കൂടെ കൂടാൻ അത്ര സുഖമില്ല എന്ന് എനിക്ക് തോന്നുമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പാട്ട് പാടുന്നതിലോ, അല്ലെങ്കിൽ അതിന്റെ ഒരു താളം പിടിക്കുന്നതിലോ ചെറുതായിട്ട് മാറുന്നുണ്ടെങ്കിലും, ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നുണ്ട്, എന്നാലും ഞാൻ അവരൊപ്പം പിടിച്ചു നിൽക്കാറുണ്ടേ. പോകുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള പല കാര്യങ്ങൾക്കും ഞാൻ ഓക്കെ ആണല്ലോ, അതിന് എന്നെ പോലെ എന്റെ കൂടെ എന്റെ അടുത്ത് എത്താൻ അവർക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഞാൻ അപ്പം തന്നെ ചിന്തിക്കും. ഒരു എത്രയോ വർഷം മുമ്പ് സ്കൂളിൽ പോകുന്ന കാലം അന്നേ ഞാൻ ചിന്തിക്കായിരുന്നു. ഇപ്പോഴും ഞാൻ മക്കളുടെ അടുത്ത് പറയുമ്പോ പറയും, നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാറുമുണ്ട്.
അപ്പൊ അതിനെ ആ രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. എനിക്കത് കിട്ടുന്നില്ല, അത് വിചാരിച്ച് തീരെ നോക്കാതെയും ആ കൂട്ടത്തിൽ കൂടാതെയും അതിലേക്ക് നമ്മൾ യോജിക്കാതെയും ഇരിക്കുമ്പോഴാണ് ഞാൻ ഒന്നുമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കൂടെ നമ്മൾ ഇടപെട്ട് നോക്കുക, ചെയ്ത് നോക്കുക, ശ്രമിച്ചു നോക്കുക. എന്റെ മാക്സിമം അതാണെന്ന് മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യാം. എന്റെ മാക്സിമത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് എന്റെ മാക്സിമം. വേറെ പലതിലും അതിലും മേലെ അല്ലെങ്കിൽ അതുക്കും മേലെ എനിക്ക് എത്താൻ സാധിക്കുമെന്ന് തിരിച്ചറിയാം. അങ്ങനെ പിന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ താഴ്ന്നവനാണ് എന്ന് തോന്നും. ഞാൻ താഴ്ന്നവൻ, അതാണല്ലോ ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത്. നമ്മൾ സുപ്പീരിയർ അല്ല. ചില കാര്യങ്ങളിൽ ചില ആളുകളായിരിക്കും സുപ്പീരിയർ ഓഫീസർ, സുപ്പീരിയർ ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഓരോ മേഖലകളിൽ ഉണ്ടാവാറില്ലേ? അതെന്തുകൊണ്ടാണ്? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഓക്കെ. ഇപ്പൊ ഈ തോന്നലുണ്ടാകുന്ന ഒരു അവസ്ഥ, ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ടീച്ചേഴ്സ് സ്കൂളിൽ ശ്രദ്ധിക്കണം. ഇത് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പാരന്റ്സ്, എന്നെ കേൾക്കുന്നവർ ഒട്ടുമിക്ക ആളുകളും പാരന്റ്സ് ആണ്. ഈ കുട്ടികളെ കമ്പയർ ചെയ്ത് അവരെങ്ങനെ ജസ്റ്റ് പല കാര്യങ്ങളിലും നമ്മൾ അവരെങ്ങനെ ഒതുക്കി, നീയോ എടാ കണ്ടുപിടിക്കുക, അവനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇവളെ നോക്ക്, എന്ത് ചെയ്തിട്ട് നിന്നെ പോലെയല്ല അവളും, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, ഇങ്ങനെ ചെയ്തിട്ട് കാര്യം, ഇതിങ്ങനെ നമ്മളെപ്പോഴും കമ്പയർ ചെയ്ത് പറയുമ്പോൾ ആ കുട്ടിയിൽ ഉടലെടുക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ആ ഒരു തോട്ടാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാനിനി എന്ത് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഞാനിനി എന്തായിട്ടും എനിക്ക് ഇന്ന കാര്യങ്ങളൊന്നും നടക്കൂല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യുക, ഷൗട്ട് ചെയ്യുക, പിള്ളേരെ വല്ലാതെ മോശമായിട്ട് സംസാരിക്കുക, ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ ഒതുങ്ങിപ്പോവാൻ, ഇൻട്രോവേർട്ട് ആവാൻ, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് വേറെ തന്നെ ഒരു വേർഷനാണ്. ഒതുങ്ങിപ്പോവാൻ, മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിപ്പെടാൻ, തന്റെ കഴിവുകളെ പുറത്തേക്ക് കാണിക്കാനൊക്കെ അവർക്ക് മടി വരുത്താം, അല്ലെങ്കിൽ അവർക്ക് പറ്റാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുകയാണ്. അപ്പൊ അവിടെ പറയാനുള്ളത്, കുട്ടികളുടെ കേസ് വരുമ്പോൾ പാരന്റ്സ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോ ഭയങ്കര സംഭവമായിട്ട് അങ്ങനെ കണ്ടുപിടിക്കുക, ഇങ്ങനെ കണ്ടുപിടിക്കുക, ഇത് നോക്ക്, അത് നോക്ക്, അവന് ഇത്ര മാർക്കുണ്ട്, നിനക്ക് ഇത്ര മാർക്കുള്ളൂ, എന്നെ കൊണ്ടൊന്നും നടക്കൂല, ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ പാരന്റ്സിന്റെ ഏറ്റവും വലിയ ട്രെൻഡ് എന്താണെന്നറിയോ? നിങ്ങളെ ഒന്നും പോറ്റിയിട്ട് ഒരു കാര്യമില്ല. അതൊരു ഒരു ഒരു തരം സംസാരമേ. ഞാൻ മക്കളെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, നമ്മളെ ഒന്നും മക്കൾ നോക്കുന്നുള്ള ഒരു പ്രതീക്ഷയില്ല, പിന്നെ അങ്ങ് വളർത്ത തന്നെ, നോക്കന്നെ. ഇവരൊക്കെ നമ്മളൊക്കെ നോക്കിയ മാതിരി നമ്മൾ നമ്മുടെ പാരന്റ്സിനെ നോക്കിയ മാതിരി, അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ ചെയ്ത പോലെ ഇപ്പോഴത്തെ കുട്ടികളെ കിട്ടുമോ? ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവുമോ? ഇനിയൊന്നും മക്കളിലൊന്നും ഒരു പ്രതീക്ഷയും കൊടുക്കണ്ട. ഒരു ഭാഗത്ത് യാഥാർത്ഥ്യമായിരിക്കാം, അല്ലെങ്കിൽ ആയിരിക്കാം ചില കേസുകളിൽ. കാരണം ലോകം അത്രയും ഫാസ്റ്റ് ആയിട്ട്, അത്രയും ഹയസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനഃപൂർവ്വം അല്ലെങ്കിലും കുട്ടികൾക്ക്, മുതിർന്നു വരുന്ന മക്കൾക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഉണ്ടാവാം. പക്ഷേ എന്തിനാണ് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് അത് തന്നെ പറഞ്ഞ് ഇത് കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത്? നമ്മളെ കുട്ടികളെ, എന്നെയൊന്നും നീ നോക്കുന്ന ഒരു വിശ്വാസവും ഇല്ല, എനിക്കിപ്പോഴേ അറിയാം നീയൊന്നും എന്നെ തിരിഞ്ഞു നോക്കൂല. ഇങ്ങനെ കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് വരുന്നത് അറിയാം? അവരെ സബ്കോൺഷ്യസിലേക്ക് ഇത് കയറുകയാണ്. അപ്പൊ അവിടെ എന്താ വരുന്നത് അറിയോ? ഇവരെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അവരിപ്പോഴേ അതില് യൂസ്ഡ് ആണ്, അവലെ ഓക്കെയാണ്, മതി ഇവര്. അപ്പൊ മക്കളുടെ മനസ്സിൽ നോക്കണ്ട, വേണ്ട, ആവശ്യമില്ല. ഒന്നെങ്കിൽ വാശി ജനിക്കും, കാണിച്ചു തരാം, അല്ലെങ്കിൽ എന്താണ്, കുട്ടികൾ യൂസ്ഡ് ആവും, അതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന് എപ്പോഴും പറഞ്ഞ് അവരെ താഴ്ത്തിക്കെട്ടും. ഒരുവിധം എനിക്ക് തോന്നുന്നു ഒരുവിധം പുരുഷന്മാരിലാണ് ഇങ്ങനെ കാണുന്നത്, അല്ലെ? പാരന്റ്സിലെ അച്ഛന്മാരിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ചില ആളുകളൊക്കെ അങ്ങനെ പറയുന്ന കേസ് പറയുന്നേക്കാം. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ടാവും മക്കളെ പറ്റിയിട്ട്. പക്ഷെ അത് അവരുടെ മുന്നിൽ വെച്ച് പറയരുത്. ഒരിക്കലും അവരെ അങ്ങനെ ആക്കരുത്. വേണം, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. മക്കളോട് എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആവശ്യമുണ്ട്, പല കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി നടത്തി തരാനുള്ളതാണ് നിങ്ങൾ. പല ആഗ്രഹങ്ങളുണ്ട്, പല സ്വപ്നങ്ങളുണ്ട്, പല പ്രതീക്ഷകളുണ്ട് ഞങ്ങൾക്ക്. അതൊക്കെ നിങ്ങൾ വേണം നടത്തിത്തരാൻ. ഇന്ന കാര്യങ്ങൾ നടക്കാത്തവരാണ് ഞങ്ങൾ, പലതും നടത്താൻ പറ്റാത്തവരാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വലുതായിട്ടാണ്, നിങ്ങളിലാണ് പ്രതീക്ഷ, നിങ്ങളാണ് നടത്തിത്തരേണ്ടത്.
അതിങ്ങനെ അവർക്ക് പറഞ്ഞ് ആ ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ അവരോട് ഇങ്ങനെ അവരുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താലുണ്ടല്ലോ, അത് അവരുടെ ഉള്ളിൽ കിടക്കും. ഇത് ഞാൻ ചെയ്യണം. എന്റെ ഒരു ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിട്ട് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവും. അവരുടെ ഒരു ആഗ്രഹമായിട്ട് മാറും. അവരുടെ ഒരു ഇഷ്ടമായിട്ട് മാറും അത്. അങ്ങനെ നമ്മൾ പറഞ്ഞ് വേണ്ടേ മക്കള് നമുക്ക് വേണ്ടി ചെയ്യണം. എന്തൊക്കെ പറഞ്ഞാലും ഓരോ പാരന്റിന്റെയും ഉള്ളിൽ കുട്ടികൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്കായിട്ട് മാറണം, നമുക്ക് വേണ്ടി എല്ലാം ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ ഇവരുടെ മുന്നിൽ നിന്ന് ഇത് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ വേറൊരു രീതിയിലേക്ക് അവരെ ആക്കി തീർക്കുന്നേ ഉള്ളൂ. നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോയി, വേറൊരു വിഷയത്തിലേക്ക് എത്തി. എന്നാലും അത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ മാക്സിമം ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നതാണ്, മക്കളുടെ മുന്നിൽ നിന്ന് പറയരുത്. ആഗ്രഹങ്ങളുള്ളത് പറഞ്ഞാൽ അവര് നമ്മളെ അവരിലേക്ക് എത്തിക്കും. അതിനുള്ള കഴിവുള്ളവരാണ് അവർ. അപ്പൊ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ പറയുമ്പോൾ അവരുടെ ലക്ഷ്യത്തിൽ ഇതും കൂടെ പെടും. അവർക്ക് ഓൾറെഡി ഒരു ലക്ഷ്യം ഉണ്ടാവും, അതിലേക്ക് ഇതും പെടുത്തണം. അവര് ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്തേ പറ്റൂ. ഞാനിവിടൊക്കെ മക്കളുടെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, എനിക്ക് ഇങ്ങനെ കാര്യങ്ങള് എനിക്ക് ഇന്നെന്ന കാര്യം, എനിക്ക് ആൺകുട്ടികളില്ല, 3 പെൺകുട്ടികളാണ്. അപ്പൊ ഞാൻ മക്കളുടെ അടുത്ത് എപ്പോഴും പറയും, ആൺകുട്ടികൾ ഇല്ലാത്താണ്, അപ്പൊ കുറേ കാര്യങ്ങളുണ്ട്. ഇന്നെന്ന കാര്യമൊക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് നിങ്ങളെ ഞാൻ വേറൊരു ലെവലിൽ മറ്റൊരാളിലേക്ക് കൊടുക്കുള്ളൂ എന്ന് വരെ ഞാനിങ്ങനെ പറയും. വേഗമൊന്നും കല്യാണം കഴിച്ച് വിടുവൊന്നുമില്ല. നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോയ് ഇല്ലാത്തതുകൊണ്ട് ബോയ്സ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തന്നതിന് ശേഷമേ നിങ്ങളെ ഞാൻ വിടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടാക്കുള്ളൂ, അങ്ങോട്ട് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ 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 പറയും. ബുള്ളറ്റ് ഓടിക്കണം, ബൈക്ക് ഉമ്മയ്ക്ക് കുറച്ച് കഴിഞ്ഞാൽ ബൈക്കിലൊക്കെ പോവാൻ തോന്നും, ബുള്ളറ്റിൽ പോവാൻ തോന്നും, അല്ലെങ്കിൽ അങ്ങനെ ചുമ്മാ വെറുതെ ഒരു ഇതുണ്ടല്ലോ, അവർക്കൊരു സ്പിരിറ്റ് ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഇന്ന രാജ്യങ്ങൾ കാണണം, ഇന്ന സ്ഥലത്തേക്ക് എത്തണം, എനിക്ക് പോവാൻ ഇഷ്ടമാണ്. ഒരുവിധം എല്ലാവരും സാധാ നോർമൽ ഇതിലേക്ക് വരുന്നത്, ഒരുവിധം എല്ലാവരും എന്താണ്, ഭർത്താക്കന്മാരുടെ കൂടെ പോയതിനേക്കാളും വന്നതിനേക്കാളും ആസ്വദിച്ചതിനേക്കാളും ആ ലൈഫ് സ്റ്റൈലിൽ കുറെ കാര്യങ്ങൾ കുറവായിരിക്കും. കുറച്ച് മുമ്പത്തെ തലമുറയാണ്. പിന്നെ മക്കൾ വലുതായിട്ടാണ് അവരുടെ കൂടെയാണ് അന്യനാടുകളിൽ പോകുന്നതും താമസിക്കുന്നതും പല പല കാര്യങ്ങൾ അറിയുന്നതും കേൾക്കുന്നതും, അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അല്ലെ. ഇവിടുത്തെ ഉമ്മയായാലും അവിടുത്തെ ഉമ്മയായാലും ഒക്കെ തന്നെ ഓരോരുത്തരും അങ്ങനെ അങ്ങനെയാണ് അവരുടെ പല കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ ഇവിടെ മക്കൾ കാണുമ്പോൾ ഞാൻ പറയും, അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ എനിക്ക് ആൺകുട്ടികളൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങളെ ഏൽപ്പിക്കാണ്, നിങ്ങൾ എന്നെയായിട്ട് ഇങ്ങനെ നടക്കണം, പല സ്ഥലങ്ങളിൽ പോകണം, പലയിടത്തും ഇതാവണം, ഇത് ചെയ്യണം, അത് ചെയ്യണം. അപ്പൊ അവർക്ക് ഇതൊരു ലക്ഷ്യമാണ്. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ, ചെറിയ മക്കളാണ്, വലിയതൊന്നും അല്ലെങ്കിൽ അവരാദ്യം പറയുന്നറിയും, ഉമ്മക്ക് ഇഷ്ടമല്ല ഈ സ്ഥലത്ത് പോകണം, ഉമ്മനെ ഇവിടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഉമ്മനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ കാണിക്കണം, അവരെയും കൂടെ അവിടെയൊക്കെ താമസിക്കണം, എന്നിട്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് ജോലി വേണം. വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ പറയാം, അവിടെ ഞാൻ ജോലി അവിടെ പോയിട്ട് ഞാൻ പഠിക്കും, എന്നിട്ട് അവിടെ തന്നെ ജോലി, എന്നിട്ട് ഇവരൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോകും, അവിടെ താമസിപ്പിക്കും, എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് വേൾഡ് ടൂർ ചെയ്യും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയും. അത് അവരുടെ മനസ്സിൽ വന്നോട്ടെ, നടന്നതും നടക്കുന്നതും നടക്കാത്തതും വേറെ. നമ്മളുടെ ചിന്തയാണ് നമുക്ക് ചുറ്റിലുള്ള ലോകം സൃഷ്ടിക്കുന്നതാണ്. അപ്പൊ ചിന്തയെ നമ്മൾ സൃഷ്ടിക്കണം. ഇങ്ങനെയുള്ള ചിന്തയെ കുട്ടികളിലേക്കും സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ പല കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ കമ്പയർ ചെയ്യരുത്, ഒരിക്കലും കമ്പയർ ചെയ്ത് മക്കളെ എന്ന് മാത്രമല്ല പാർട്ട്നേഴ്സിനെയും കമ്പയർ ചെയ്യരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്നേഴ്സിനെയും കമ്പയർ ചെയ്യരുത്. നമ്മൾക്കുള്ള ഏറ്റവും വലിയ പോരായ്മയാണ് കുട്ടികളെ കമ്പയർ ചെയ്യുന്നത്, അത് വേറൊരു കാര്യം. ഭാര്യമാര് ഭർത്താക്കന്മാര്, കണ്ടില്ലേ അയാള്, കണ്ടില്ലേ ഇവന്, അനീത്തിയുടെ ഭർത്താവ്, താത്തന്റെ അല്ലെ ചേച്ചിയുടെ ഹസ്ബൻഡ്, അതല്ലെങ്കിൽ കസിൻസ്, അതല്ലെങ്കിൽ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ആങ്ങളമാരെ ഒക്കെ വെച്ചിട്ട് ഭർത്താക്കന്മാരെ കംപ്ലൈന്റ് ചെയ്യും, അല്ല കമ്പയർ ചെയ്യും. അതല്ലെങ്കിൽ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് ഇങ്ങനെയല്ലേ, അവരെങ്ങനെയല്ല, അവരിങ്ങനെ ചെയ്ത്, ഇവരിങ്ങനെ ചെയ്ത്. ഇതൊക്കെ വലിയ പ്രശ്നത്തിന് സാധ്യതയുണ്ട്. ഈ തരത്തിലുള്ള ഒരു അപകർഷതാ ബോധത്തിലേക്കൊക്കെ അവരെ നയിക്കാനും നമ്മൾ കാരണക്കാരാവുന്നുണ്ട്. കുറച്ച് ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ള ഒരു ട്രോമ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡിലൂടെ വന്നവരാണെങ്കിൽ, ബാക്കി നമ്മളും കൂടെ ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ തീരുമാനമായില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് പലപ്പോഴും കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ കൊണ്ടും സാമൂഹിക സമ്മർദ്ദങ്ങൾ കൊണ്ടും വ്യക്തിപരമായ പരാജയങ്ങൾ കൊണ്ടും സംഭവിച്ചേക്കാം. വ്യക്തിപരമായ പരാജയങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ചെയ്തത് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ,
പിന്നെ ഞാനൊരു പരാജയമാണ് എന്ന് വരുത്തി തീർക്കുക, സ്വന്തം ഞാൻ ഒന്നിനും പറ്റാത്തൊരു വ്യക്തിയാണ് എന്ന് സ്വയം വിശ്വസിച്ച് മാറി നിൽക്കുന്ന ഒരു പരിപാടി. ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടാൽ തന്നെ മതി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും പല ആളുകൾക്കും എന്തിനാണ് നമ്മൾ വീണ്ടും 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 പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, പലതും നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ പണ്ട് കാലം നമ്മൾ പലതിലും പരാജയപ്പെട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതോ കളിയാക്കിയതോ അന്നേരം ഉണ്ടായ ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും നമ്മളിൽ. അതെവിടെയോ ഒരു ഇതിൽ കിടക്കുന്നുണ്ടാവും നമ്മുടെ മനസ്സിൽ. ഇതൊക്കെയാവും നമ്മളെ പല കാര്യങ്ങളിൽ നിന്ന് പിറകോട്ട് വലിക്കാനുള്ള ഏറ്റവും വലിയ കാരണം, അല്ലെ? നമ്മളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളായിട്ട് ഒരു കോംപ്ലക്സ് ഉള്ള ആളായിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? മനസ്സൊന്ന് ഒഴിവാക്കണം. തീർച്ചയായിട്ടും അത് നമ്മുടെ സബ് കോൺഷ്യസിൽ ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ മെല്ലെ ഡിലീറ്റ് ചെയ്യണം. എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെ, കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയുക. അഫർമേഷൻസ് നല്ലതാണ്. നമ്മളിൽ തന്നെ നമ്മൾ വിശ്വാസം ജനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പ്രധാന ലക്ഷണങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറഞ്ഞു പോവാട്ടോ. ഇങ്ങനെയുള്ള ആളുകളിൽ കണ്ടുവരുന്ന എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവും എന്നല്ല. എന്നാലും ഇതിൽ കുറച്ചൊക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ നമ്മളിൽ തന്നെ വിലമതിക്കാത്തവരാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുതരാം. പ്രധാന കാരണങ്ങളാണ് ആത്മവിശ്വാസക്കുറവ്. 2, ഞാനൊന്നുമല്ല എന്നുള്ള ഒരു തോന്നല്. ഞാനൊന്നുമല്ല എന്നുള്ള തോന്നൽ, എനിക്കൊന്നിനും പറ്റൂല എന്നുള്ളൊരു തോന്നല്. രണ്ടാമത്തത് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മടി. ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സേഫ് സോണിലൂടെ, കംഫർട്ട് സോണിലൂടെ പോവാന്നല്ലാതെ വേറൊരു കാര്യം ചെയ്യാനോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിനെ നമ്മള് ചെവിക്കൊള്ളാൻ പോലും, കാരണം എനിക്ക് കഴിയൂല, എനിക്ക് പറ്റാത്ത വിഷയമാണ് എന്ന ഉള്ളിൽ നിന്നുള്ള ഒരു തോന്നൽ വരുമ്പം പുതിയൊരു കാര്യത്തിലേക്ക് ഒരു ചുവട് വെക്കാനുള്ള ഒരു മടി അല്ലെങ്കിൽ പേടി, സ്വയം കുറ്റപ്പെടുത്താനുള്ള ഒരു പ്രവണത. നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ സ്വന്തത്തിനെ തന്നെ കുറ്റപ്പെടുത്തും. മനസ്സിലായില്ലേ? പിന്നെ മറ്റുള്ളവരുടെ അംഗീകാരം നേടാൻ ഒരു മടിയാണ്. അംഗീകരിക്കുന്നവരുണ്ടാവാം നമുക്ക് ചുറ്റിലും. നല്ല ഭക്ഷണമായിരുന്നേ, അല്ലെങ്കിൽ നീ നല്ല അടിപൊളി, നല്ല ഡ്രസ്സ്, നല്ല രസമുണ്ട് നിന്നെ ഇതിൽ കാണാൻ എന്നൊക്കെ പറഞ്ഞ് ഇതോ പിന്നെ, കാരണം അവരെന്തോ ആക്കുകയാണ് എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അവര് വെറുതെ ചുമ്മാ നമ്മളെ അങ്ങനെ പറയാണ് എന്ന തോന്നൽ നമ്മൾ തന്നെ കൊടുക്കുക നമുക്ക്. അവര് ആത്മാർത്ഥമായിട്ട് പറയാണ്, ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നല്ല രസമുണ്ടല്ലോ ഈ ഡ്രസ്സോ ഇത് അങ്ങനെ നമ്മൾ പറയാം. ഇനിയിപ്പോ ഒരു ഭക്ഷണം, നല്ല ഗസ്റ്റ് ആരെങ്കിലും വന്നിട്ട് നമ്മൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവരെ അംഗീകരിച്ചു നമ്മുടെ ഭക്ഷണത്തെ, നമ്മൾ അവരുടെ വാക്കിനെ അംഗീകരിക്കില്ല. ഇങ്ങനൊന്നും അല്ല, ഇതിലും നന്നാവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭക്ഷണം രസമുണ്ടോ, നിങ്ങൾ കളിയാക്കുകയാണോ, ശരിക്കും പറയാണോ? കാരണം നമുക്ക് തന്നെ ഒരു തൃപ്തിയില്ല, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസമില്ല എന്റെ ഭക്ഷണത്തിന് ഇത്ര ഇതുണ്ട് എന്നുള്ളത്. മറ്റുള്ളവർ വെറുതെ നമ്മളെങ്ങനെ ആ സമയത്തൊന്ന് പുകഴ്ത്താൻ വേണ്ടി പറയാണ് എന്നുള്ള തോന്നല്. എന്തിനാണ്? പക്ഷെ എന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നല്ല രസമാണ്. കേടായില്ലെങ്കിൽ കരിഞ്ഞു പോയാലും, ഇനിയിപ്പോ കുറച്ച് കഞ്ഞിയായി പോയാലും എനിക്കൊരു വിഷയമില്ല. ഗസ്റ്റ് വരുമ്പോ ഇവിടെ അല്ല, ഞാൻ കുറച്ച് വിഷയം കേട്ടോ, ഹസ്ബൻഡിന്റെ അടുത്ത് കുറച്ച് വിഷയമാണ്, ശ്രദ്ധ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറയുന്ന അടുത്ത്. കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അത് പറയൂ, അത് വേറെ. പക്ഷെ ഗസ്റ്റ് ഒക്കെ വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവച്ച് ഒന്ന് അടി പിടിച്ചു പോയി, എന്താക്കാനാ? ഇവര് വീട്ടിലും അടി പിടിക്കലില്ലേ? അപ്പോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ മനസ്സിനെ അങ്ങ് സെറ്റാക്കുക. അത് സംഭവിച്ചു പോയി, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ എന്ന ഒരു ഇതിലേക്ക് നമ്മൾ എത്തുക. ഇനി അടുത്തത് എന്താ അറിയോ? മറ്റുള്ളവരുമായി ഇടപെടാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരും. ഇടപെടാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, കാരണം നമുക്ക് നമ്മളോട് വലിയ വലിപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ മറ്റുള്ളവരോട് ഇടപെടാൻ നമുക്ക് സ്വാഭാവികമായിട്ട് പ്രശ്നം വരുമല്ലോ. ഓക്കെ, പിന്നെ അടുത്തുള്ളത് എന്താണ്? ചില അനുമോദനങ്ങളൊക്കെ ഏറ്റുവാങ്ങാനൊക്കെ ഉള്ള മടി. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, ചില അനാവശ്യ കൂട്ടുകെട്ടിലേക്ക് നമ്മൾ പോകും. ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടും ചില അപകർഷതാ ബോധം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ എന്താക്കും? ചില കൂട്ടുകെട്ടുകൾ നമ്മൾ എന്ത് ചെയ്യും? വേറെ നന്മകളിലേക്കോ വേറെ ഇതിലേക്കോ ഒന്നും പോവാതെ ചിലതിൽ മാത്രം ഒതുങ്ങി, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ അവർക്ക് വേണ്ടിയിട്ട്
കാരണം എന്താണോ പെണ്ണുങ്ങളെ വാക്ക് കേട്ടിട്ട് ചില ആളുകളുണ്ട് അല്ലെ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനോ ഒക്കെ ഞാനൊരു മോശമായി പോവും എന്നൊരു തോന്നൽ, ഒരു കോംപ്ലക്സ് അവിടെ വന്നിട്ട് ഈ ഫ്രണ്ട്സ് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിനനുസരിച്ച് നിന്ന് കൊടുക്കുന്നൊക്കെ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിന്ന് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ ചിലപ്പോൾ പോയേക്കാം. അതൊക്കെ ഇതുകൊണ്ടാണ്, സ്വന്തത്തിന് വില മതിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ളതിലൊക്കെ ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ പോയി പോകുന്നത്. പിന്നെ ചില ആളുകൾ ചില സ്വഭാവ വൈകല്യങ്ങളൊക്കെ പോലെ കുറെ ഷോപ്പ് ചെയ്യുക, ഒരുപാട് ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അമിതമായിട്ട് അങ്ങനെയുള്ള ഭക്ഷണം, പിന്നെ മദ്യപിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതൊക്കെ ഏകദേശം ഇതിന്റെ ഒരു ലക്ഷണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളിൽ കാണപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇനിയിപ്പോ ഇതൊക്കെ ഒരുവിധം എല്ലാവരിലും ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഒരുപാട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, അത് മാറ്റിയെടുക്കണം, നമുക്കത് ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റുക? മറികടക്കണല്ലോ, ഇതിൽ നിന്ന് നമുക്കൊരു മാറ്റം വേണ്ടേ? അപ്പൊ എങ്ങനെ പറ്റും എന്നുള്ളതാണ്, സ്വയം അംഗീകരിക്കുക എന്നുള്ളതാണ്. അതായത് സ്വന്തത്തെ വിലമതിക്കുക, അതാണ് സെൽഫ് ലവ്. നമ്മുടെ മെയിൻ ആയുധാണ് EFTയിലെ ഈ ഒരു പ്ലാറ്റ്ഫോമില്, ഈ ഒരു കോഴ്സിൽ തന്നെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കില് നമ്മൾ ഏറ്റവും ആദ്യം പഠിപ്പിക്കുന്നതും മനസ്സിലാക്കിപ്പിക്കുന്നതും തിരിച്ചറിയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അതൊരു ഇംഗ്ലീഷിൽ പറയുമ്പോഴോ അല്ലെങ്കിൽ ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു ഒരു ഷൈനസ് ആയിട്ടുള്ള ഒരു വേർഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലെ. ക്രിഞ്ച്, മക്കള് പറയാറുണ്ട് ക്രിഞ്ച് അല്ലെ. അപ്പൊ ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ഒളിപ്പിക്കൽ എന്നാണെന്ന് തോന്നുന്നു ഇവർ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ഒളിപ്പിക്കലായി പോയി എന്നുള്ളത്, ഓവർ ആവണ്ട. അപ്പൊ എന്താണ് നമ്മൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞ സ്വന്തത്തിന് വിലമതിക്കുക. അത് പറയുമ്പോൾ നല്ല വാല്യൂ ഉണ്ടല്ലോ. സ്വന്തത്തിന് വില മതിപ്പുള്ള വ്യക്തിയായി തീരുക എന്ന് പറയുമ്പോൾ ഭയങ്കര വാല്യൂ ആയില്ലേ. അങ്ങനെ ചിന്തിക്കുക, സ്വന്തത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്കുണ്ട്, എന്തെല്ലാം കഴിവുകളുണ്ട്, എന്തൊക്കെ ഗുണപരമായ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ജീവിക്കുന്നത്, അങ്ങനെയുള്ള സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് വേണ്ടി എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ കണ്ടെത്തുക, അതിനെയൊക്കെ യൂസ് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പൊ ആദ്യം ഇതിനൊക്കെ ഉള്ള ഒരു മൂഡ് ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് നോക്കണം, സ്വന്തത്തിലേക്ക് നോക്കണം, മനസ്സിലാക്കണം എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. എനിക്ക് പറ്റൂല, എനിക്ക് നടക്കൂല, എനിക്ക് ഇതില്ല. ചില ആളുകളുടെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ഒരു വല്ലാത്തൊരു പ്രശ്നം. ഇംഗ്ലീഷ് സംസാരിക്കുന്നിടത്ത് ഈ ഒരു പ്രശ്നം ഒരുവിധം എല്ലാവർക്കും കണ്ടിട്ടുണ്ട് അല്ലേ. ബാക്കിയൊക്കെ എന്താ പറയും, പക്ഷെ ഇംഗ്ലീഷ് പറയുന്ന ആ ഒരു ഏരിയയിൽ കുറച്ച് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ആളുകളുടെ ഇടയിൽ, നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ എത്തുമ്പോൾ ഹിമേ ഒന്നും ഇവിടുന്നൊക്കെ ഒരു പെടപെടപ്പ് ഒന്നുമില്ല, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ എന്താ ഇവരുടെ അടുത്ത് പറയാ, ആകെ ഒരു ടെൻഷനാ അല്ലെ. എന്താ പറയാ, ഒരു രക്ഷയില്ല. അപ്പൊ അത് നമുക്ക് അറിവില്ലാത്തോണ്ടാണ്. നമുക്ക് അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ലേൺ ചെയ്യാം, പഠിക്കാൻ ശ്രമിക്കാം. ഇനി അറിഞ്ഞൂടെങ്കിൽ ഞാൻ മാത്രമൊന്നും അല്ലല്ലോ ഇത് അറിയാത്തൊരു വ്യക്തിയുള്ളത്. അപ്പൊ നമ്മൾ മലയാളീസ് വിചാരിക്കുന്നതാണ് ഇത് നമ്മൾക്ക് മാത്രം, ബാക്കി ലോകത്തെല്ലാരും ഇംഗ്ലീഷാ പറയുന്നത്, ഇന്ത്യൻസിന് മാത്രമാണ് ഇംഗ്ലീഷ് അറിയാത്തതെന്ന്. ഇന്ത്യൻസ് ഹിന്ദിയും മലയാളവും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് തമിഴൊക്കെ ആയിട്ട് ഇങ്ങനെ പറയും, അത് മാത്രമേ ഉള്ളൂ. അല്ല, ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ്. ജപ്പാനിലെ ജപ്പാനീസ് ആണ്, അവിടെ എത്രയോ ജപ്പാനീസിനെ എന്താണ് പറയാ, ഇതറിയണമെന്നില്ല, ഇംഗ്ലീഷ് അറിയണമെന്നില്ല, എന്താണ് ജാപ്പനീസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വേറെ തന്നെ ഒരു ലാംഗ്വേജ് ആണ്. പിന്നെന്താ ഫിലിപ്പീൻ നമ്മളിപ്പോ പുറത്തൊക്കെ നിൽക്കുമ്പോ അറിയാം, ഫിലിപ്പീൻസ് ഒക്കെ പറയുന്ന അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, ഇത് വേറെ കാര്യം. അവര് ഉപയോഗിക്കുന്ന ഭാഷ അവരുടെ ഒരു തരം ലാംഗ്വേജ് ആണ് ഓരോരുത്തരും. ഇനിയിപ്പം നമ്മൾ അല്ലാതെ തന്നെ എടുക്കുകയാണെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് വേറെയാണ് അല്ലേ. ഓരോ ബേസ് ചെയ്തിട്ടും വേറെ വേറെ ഇംഗ്ലീഷാണ്. അപ്പൊ എല്ലാ നാട്ടിലും അവരുടെ മദർ ടങ് അവർ നന്നായിട്ട് സംസാരിക്കും. പിന്നെ ചില ആളുകൾ അത് മെനക്കെട്ട് പഠിച്ച് ലേൺ ചെയ്ത് അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം, അങ്ങനെയാണ് അവരായി വന്നത്.
മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ലേൺ ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ മാക്സിമം പഠിക്കാനും ഇതാകാനും നമുക്കത് അത്രയും ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ അതിലേക്ക് എത്താൻ ശ്രമിക്കുക. അല്ലാതെ ഈ പറ്റൂല 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 എന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. ശരിക്കും അറബിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകള് സത്യം പറഞ്ഞാല് ഏറ്റവും സത്യം പറഞ്ഞാലെന്നല്ല, ശരിക്കും എന്താ പറയാ, ഒരു കണക്കനുസരിച്ച് അല്ലെങ്കിൽ എത്രയോ ഭാഷകൾ എടുത്തിട്ട് ആ ഭാഷയിൽ ഏറ്റവും ടഫായിട്ടുള്ള ഭാഷ മലയാളമാണെന്നാ പറയുന്നത്. ഈ മലയാളം സംസാരിക്കാനും എഴുതാനും കൈകാര്യം ചെയ്യാനും പറ്റുന്ന വ്യക്തികൾക്ക് മറ്റേത് ഭാഷയും അനായാസേന പഠിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കത് തിരിച്ചറിയാനുള്ള കഴിവില്ല. നമ്മളാണ് അത്ര ഏറ്റവും ബുദ്ധിമുട്ടിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇതുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള നമുക്ക് ബാക്കി ഭാഷകളൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. മലയാളമാണ് ഏറ്റവും ടഫ് എന്നാണ് പറയുന്നത്. അപ്പൊ മലയാളം ഇങ്ങനെ ഫു 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 പറയുന്ന നമുക്ക് പിന്നെന്താ ബാക്കിയുള്ള ഭാഷകൾക്ക് പ്രശ്നം? ഓക്കെ, പിന്നെ വേണ്ട കാര്യം എന്താന്ന് വെച്ചാല് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. ഇത് ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, എനിക്ക് പ്രശ്നമില്ല, ഞാൻ അതല്ലാതെ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഇതൊന്നും ഇപ്പൊ ആരുടെ ലൈഫിൽ നടക്കാത്തതാണോ? അങ്ങനൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുക, നമ്മളെ പറ്റി നല്ലത് ചിന്തിക്കുക, ചുറ്റുപാടിനെ പറ്റി നല്ലത് ചിന്തിക്കുക. ഏതൊരു പ്രവൃത്തിയുടെയും ബാക്കിൽ ഒരു തോട്ട് പ്രോസസ്സാണ്, ചിന്തയാണ്. അപ്പൊ ആ ചിന്തയെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ ഈ കമ്പാരിസണോ അല്ലെങ്കിൽ ഈ ഇൻഫ്യൂരിറ്റി പ്രശ്നമോ ഒന്നും നമ്മളിൽ വരുന്നില്ല. നമ്മളെക്കാളും ഹയസ്റ്റ് പോസ്റ്റില് ഹയസ്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ട് എന്നുള്ള തോന്നൽ നമുക്ക് വരുമ്പോഴാണല്ലോ പ്രശ്നം. അതെ, നമ്മൾ മറ്റുള്ളവരെ നോക്കുന്നതാണ്. അപ്പൊ മറ്റുള്ളവരായാലും മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. എന്തിനെ പറ്റി ചിന്തിക്കുമ്പോഴും അവിടെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് മായ്ക്കാൻ ശ്രമിക്കാം. വന്നുകൊണ്ടിരിക്കും കേട്ടോ, നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കും. അത് ഇല്ലാത്ത ഒരു സമയവും നമുക്ക് ഉണ്ടാവുന്നില്ല. പക്ഷെ നമുക്ക് മാറ്റാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. കറക്റ്റ് ലക്ഷ്യം ഉണ്ടാവണം, നല്ലൊരു ഗോള് നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലക്ഷ്യമുള്ള ആളുകൾ അതിലേക്ക് എത്താൻ ശ്രമിക്കും. അപ്പൊ അവിടെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കുറെയൊക്കെ നമ്മൾ മാറ്റി വെക്കാൻ ശ്രമിക്കും. ഈ ഒരു ലക്ഷ്യം ഇല്ലാത്തവർക്കാണ് ഞാനിങ്ങനെയാണ്, ഞാനെങ്ങനെയാണ്, ഞാനിങ്ങനെ ആയിപ്പോയി, എനിക്കിനി മാറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത്. കറക്റ്റ് ലക്ഷ്യം ഉണ്ടാവും, ഇവർക്ക് ഒന്നും വിഷയമായിരിക്കില്ല, ഇവരെല്ലാം തട്ടിത്തെറിപ്പിച്ച് അവിടെ എത്തിയിട്ടുണ്ടാവും. യെസ്. പിന്നെ സ്വയം പരിചരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു കാര്യം പറഞ്ഞു വന്നാലും ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് സ്വയം പരിചരിക്കുക. നമ്മൾ സ്വന്തത്തിന് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. നമ്മൾ നമ്മളെ പരിചരിക്കണം. നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യണം. നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ മൈൻഡ് ആയാലും ബോഡി ആയാലും ഒക്കെ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളൊരു വീട് വെച്ചു, ഒരു വാഹനം വാങ്ങി, പല കാര്യങ്ങളും നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന അല്ലെങ്കിൽ വിലമതിപ്പുള്ള നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു സാധനവും നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ? ഇനി എന്തെങ്കിലും ഒന്ന് കേടുപാട് വരാതെ നോക്കും, വന്നാൽ നമ്മൾ അത് അപ്പം തന്നെ കൈകാര്യം ചെയ്യും. ഇതാകും, വീടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്, വീടിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പെയിന്റ് അടിക്കുന്നുണ്ട്, തട്ടലും മുട്ടലും ക്ലീൻ ചെയ്യലും ആക്കലും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, മൂടി കൂട്ടുന്നുണ്ട്, ഭംഗി വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് ചെലവാക്കിയിട്ട് നമ്മൾ വീടിന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. വാഹനത്തിനായാലും ഇത് തന്നെ, ഇടയ്ക്ക് വർക്ക്ഷോപ്പ് കൊടുക്കും, സർവീസ് ചെയ്യും, കഴുകും, തുടയ്ക്കും, വൃത്തിയാക്കും, കുഷ്യനൊക്കെ ഒന്ന് ഇടയ്ക്ക് മാറ്റിയിടും, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നോക്കണം. നമ്മൾ ഏതൊക്കെ രീതിയിൽ പരിചരിക്കുന്നുണ്ട് എന്നുള്ളത്, ഈ പരിചരണം നമ്മൾ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഭക്ഷണം ക്രമീകരിക്കുക, ഉറക്കം, എക്സസൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് കൊടുക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മെഡിറ്റേഷൻ, അങ്ങനെയെങ്കിലും, അതായത് മനസ്സിനെ കേന്ദ്രീകരിക്കാൻ, മനസ്സിനെ ഏറ്റവും ഭംഗിയാക്കിയിട്ട് കൊണ്ട് നടക്കാൻ എന്തെല്ലാം കിട്ടുമോ അതൊക്കെ ചെയ്യാം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, മനസ്സിനെ ഭംഗിയാക്കാൻ അല്ലാത്തതും കിട്ടും കേട്ടോ. നമ്മൾ കുറഞ്ഞ സമയത്തേക്ക് മനസ്സ് നല്ല രസത്തിലേക്കൊക്കെ പോകാനൊക്കെ പലതും കിട്ടും, അതല്ല ഉദ്ദേശിച്ചത്. വളരെ പോസിറ്റീവായിട്ട്, വളരെ ജെന്യുവിനായിട്ട് നമ്മൾ ഏറ്റവും ഓക്കെ ആയിട്ടിരിക്കുന്ന രീതിയിൽ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ആക്കണം. ഓക്കെ.
അപ്പോ ഇനിയിപ്പോ എന്താ, അങ്ങനെയുള്ള എക്സസൈസ്, ഭക്ഷണം, കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു സാധാരണ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊരു വലിയ അസുഖമോ മെഡിസിൻ എടുക്കേണ്ട കേസോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനോ സിറ്റിങ്ങിനോ അതിനൊന്നും ഇരിക്കേണ്ട കേസോ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് ഇങ്ങനെയുള്ള ഒരാളാണ് എന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. നമ്മളെ തന്നെ നമ്മളൊന്ന് സ്നേഹിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. പിന്നെ എല്ലാം ഒരു മോശമാണ് എന്നൊരു ചിന്ത മാറ്റി വെക്കുക. ഈ പറയുന്ന സംഭവം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ വീട്ടിലും എല്ലാ ഏരിയകളിലും എന്നെ പോലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആയി പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെന്താ ഇപ്പൊ പ്രശ്നം? മറ്റുള്ളവരെ കണ്ടാൽ എന്താ പ്രശ്നം? മറ്റുള്ളവരെ അറിഞ്ഞാൽ എന്താ പ്രശ്നം? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, സ്വന്തത്തിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്കിത് കൂടുതലും പരാജയം സംഭവിച്ചു കഴിഞ്ഞാലാണ്, ഈ പരാജയത്തിലൂടെയാണ് നമുക്ക് അധികവും ഇനി ഇതെനിക്ക് നടക്കൂല എന്നുള്ളൊരു തോന്നൽ വരുന്നത്. അപ്പൊ ഈ നടക്കൂല എന്നുള്ള തോന്നൽ വരാനുള്ള കാരണം എന്താ? ആ പരാജയം സംഭവിക്കുന്നത് ആ വിഷയത്തിൽ മാത്രമാണ്. അല്ലാതെ ഞാനാണോ പരാജയപ്പെടുന്നത്? ഞാനിപ്പോ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ ഒരു എക്സാം എഴുതി, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യുകയാണ്, ആ കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു, ഞാൻ സക്സസ് ആയില്ല. അത് ആ കാര്യത്തിൽ മാത്രമാണ് ഞാൻ സക്സസ് ആവാത്തത്, അല്ലെങ്കിൽ അതിലാണ് ഞാൻ പരാജയപ്പെട്ടത്. ഞാനെന്ന വ്യക്തിയല്ല പരാജയപ്പെടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ചിലപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും, ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല, ഞാനിനി ഒന്നിനും പറ്റാത്ത ആളായിപ്പോയി, എനിക്കിനി ജീവിതത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ ഒരു കാര്യം സക്സസ് ആക്കാൻ പറ്റുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അപ്പൊ ഞാനൊരു പരാജയമായി പോവുകയല്ല അവിടെ ചെയ്യുന്നത്. ആ കാര്യത്തിൽ പരാജയപ്പെട്ടു. എത്ര പ്രാവശ്യം ചെയ്തിട്ടും ചെയ്ത് നോക്കിയിട്ടാണ് ഓരോ കാര്യവും സക്സസ് ആവുന്നതെന്ന് അറിയും. പക്ഷെ നമ്മൾ വിചാരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാവരുടെ കാര്യവും റെഡി ആവുന്നുണ്ട്, അതേപോലെ എനിക്കും റെഡി ആവണം എന്ന്. ഈ രക്ഷപ്പെട്ടവരും അല്ലെങ്കിൽ ഈ വിജയിച്ചവരൊന്നും ഫസ്റ്റ് അറ്റംപ്റ്റിലോ ഒരു 10 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് പോലും ആയിരിക്കില്ല അവരതിൽ എത്തിയിട്ടുള്ളത്, ഉന്നതിയിൽ എത്തിയിട്ടുള്ളത്. എത്രയോ തവണത്തെ പരാജയത്തിലായിരിക്കും അവർ പിന്നീട് വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ മനുഷ്യരും, എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നിൽക്കാൻ. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് കാര്യം എന്ന് വെച്ചാൽ, ഇതിന് നമ്മൾ കുറച്ചും കൂടെ ലേൺ ചെയ്യുക, അതായത് പഠിക്കാൻ ശ്രമിക്കുക, നമ്മളിൽ തന്നെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട് പല അറിവുകൾ, കുറെ ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മളെ ആത്മവിശ്വാസം കൂട്ടാൻ, നമ്മളുടെ ആ ഒരു അപകർഷതാബോധം നമ്മളിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാനും കാണാനും എന്നിട്ട് അത് ഉപയോഗിക്കാനും പറയുകയും വേണം കേട്ടോ. അല്ലെങ്കിൽ ആളുകൾ ഇടപഴകുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് അറിവുള്ള വിഷയമൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ബോൾഡായിട്ടൊക്കെ നിൽക്കൂലേ അവരുടെ ഇടയിൽ, നന്നായിട്ട് സംസാരിക്കും ചിലപ്പോൾ അറിവുള്ളതാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ പൂച്ചയെ പോലെ കേൾക്കാത്ത പോലെ ആ ഒരു ഏരിയയിലേ നിൽക്കാതെ ഇരിക്കും. അപ്പൊ നമ്മൾ കഴിയുന്നത് പല കാര്യങ്ങളെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കാം. ഇത്രയൊക്കെ തന്നെയല്ലോ. പിന്നെ എന്താ പറയാ, ഇതിന് വേണ്ടിയിട്ട് ഒരൊറ്റ കാര്യം അവസാനമായിട്ട് ലാസ്റ്റ് ആയിട്ട് പറയണം. ഒരുവിധ കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ രീതിയിലൊക്കെ പറഞ്ഞു തന്നു. നമ്മളായിട്ടിരിക്കുക, അതായത് നിങ്ങളാവാൻ ശ്രമിക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. ഞാൻ ഇങ്ങനാണ്, ഞാൻ ഇതാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അത് വിചാരിച്ച് ചില ആളുകൾ നെഗറ്റീവായിട്ട്, എനിക്ക് അങ്ങനെയുള്ള കുറച്ച് ആളുകൾ അറിയാട്ടോ, അതുകൊണ്ടാണ് ഞാനത് തൊട്ട ബാക്കിൽ പറയുന്നത്. നെഗറ്റീവായിട്ടല്ല, ഞാനിങ്ങനെയാണ്, എനിക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ, സൗകര്യം ഉണ്ടെങ്കിൽ നിന്നു, അല്ലെങ്കിൽ വേണ്ട. ചില ഭർത്താക്കന്മാർ പറയുന്ന ഒരു ഡയലോഗ് അതാണ് അല്ലേ. ചില ഭാര്യമാരെ പറയുന്നത്, നിങ്ങൾക്ക് പറ്റൂലേ, വേണ്ട, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ഇതിലും നല്ല ഭാര്യനെ വേണോ അല്ലെ. ഒരു കൊളത്ത മൂഡില് പറയുന്ന ആൾക്കാരില്ലേ, അങ്ങനെയുള്ളതല്ല. പോസിറ്റീവായിട്ട് ഞാൻ ഇങ്ങനെയാണ്, നമ്മളായിട്ടിരിക്കാൻ ശ്രമിക്കാം. മറ്റുള്ളവരിലേക്ക് നോക്കി അതിലേക്ക് ഞാൻ എത്തിയില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കില്ലല്ലോ, ഞാൻ അങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന ചിന്ത ഒഴിവാക്കിയിട്ട് നമ്മളിലേക്ക് നോക്കിയിട്ട് എന്തൊക്കെയാണ് നമുക്കുള്ളത്, നമ്മളിലുള്ളതിനെ നമ്മൾ ഇനിയും പരിപോഷിപ്പിച്ചെടുക്കുമ്പോൾ അതിൽ നമ്മൾ ഭയങ്കരമായിട്ട്
ഹയസ്റ്റിലേക്ക് എത്തും നമ്മളിലുള്ള കാര്യത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ വളർത്താൻ ശ്രമിച്ചാൽ. ഇല്ലാത്തതിലേക്ക് പോയാൽ കുറച്ചും കൂടെ നമ്മൾ ബുദ്ധിമുട്ടിലേക്കായി പോകും. അപ്പൊ ഒരുപാടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ പൊടി തട്ടി മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ അത് തിളങ്ങും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളായിട്ടിരിക്കാൻ ശ്രമിക്കുക, നമ്മളായിട്ടിരിക്കാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. എന്താ നമ്മളായിട്ടിരിക്കുക, അതായത് സ്വന്തത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അക്സെപ്റ്റൻസ് നമ്മുടെ EFTയിലും തന്നെ ഏതാണ് ഫസ്റ്റ് പറയുന്ന കാര്യം? എന്താണ്? നമ്മളെ തന്നെ ഇറ്റ്സ് ഓക്കെ, അക്സെപ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുക. ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്കിൽ എന്ന് പറയുന്നത്, അതായത് ഒരു കഴിവ് എന്ന് പറയുന്നത്. ലോകത്തിൽ എത്ര തരം ആളുകള്, എത്ര വിഭാഗം ജനങ്ങള്, എന്തൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ഏതൊക്കെ ഭാഷക്കാര്, എന്തൊക്കെ കൾച്ചറിലുള്ള ആളുകള്, ഇവരെ ഏത് തരക്കാരായിക്കോട്ടെ സ്വന്തത്തിനെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ വേറൊരാൾക്കും കഴിയൂല എന്നുള്ളതാണ്. അപ്പൊ ഈ അക്സെപ്റ്റൻസ് ആണ് ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ കാര്യം മാത്രമല്ല, നമുക്ക് പല കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്മൂത്ത് ആവും, എളുപ്പമാവും. ഓക്കെ, അപ്പൊ ഈ ആക്സെപ്റ്റൻസോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം, ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, പല കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ സ്വന്തത്തെ വിലമതിപ്പില്ലാത്തതാണ് പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ വിലമതിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു പോരായ്മയും ഇല്ല, ഉള്ള പോരായ്മ എനിക്കിട്ട് വിഷയവുമല്ല. ഓക്കെ ഓക്കെ അപ്പോ എന്തൊക്കെയാണ് വേറെ നിങ്ങളുടെ വിശേഷം? നമുക്ക് കുറച്ച് സമയം ഒന്ന് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാം. എന്താണ് ഓരോരുത്തർക്കും തോന്നുന്നത്? ഇന്നത്തെ ഒരു ടോപ്പിക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് നമുക്ക് സംസാരിക്കാം. പറഞ്ഞോളൂ, ആരാണ് ഹാൻഡ് റൈസ് ചെയ്തവരുള്ളത്? നോക്കട്ടെ കേട്ടോ, ഒറ്റ മിനിറ്റ്. ജയശ്രീ മാം, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുവോ ജയശ്രീ മാം? പറ്റുന്നില്ല? Good morning, ma'am. Good morning. Yeah, I have seen you know അന്ന് നമ്മളുടെ സാറിന്റെ ഹൗസ് വാമിംഗിലെ. അതെ. Yeah, you were in a white dress, right? Yes. yes. Yeah, nice meeting you. Yes, that's something good, you know, which attracts people. Yeah, true, it's true. Yeah. Thank you, ma'am. Thank you. Yeah, and I mean that today's class was superb. What else to say? It is very nice. You gave everything. Oru point that you have explained everything. ശരിയാണ്, റൈറ്റ്. ഇറ്റ് ഈസ് വെരി ട്രൂ. എന്താണ് നമ്മളെ തന്നെ നെഗറ്റിവിറ്റിക്ക് കൊണ്ടുപോയിട്ട് വി ഡോണ്ട് റിയലൈസ് അവർ ഓൺ വർത്ത്. നമ്മളുടെ വർത്ത് നമ്മൾ മനസ്സിലാക്കാത്ത കാരണം മറ്റുള്ളവർ നമ്മളെ യൂസ് ചെയ്യാണ്. They use for their benefit and we like fools keep on doing things good. ചെയ്തോണ്ടേയിരിക്കും. We do for others and in the end we expect they say something good for us. പക്ഷെ അത് ഒരിക്കലും നടക്കില്ല. When you do for others, അത് ചെയ്തു ഇറ്റ്സ് ഓവർ. അത് അത്രേ ഉള്ളൂ. ഡോണ്ട് എക്സ്പെക്ട് ഫ്രം അതേഴ്സ്. നമ്മളെ എക്സ്പെക്ടേഷൻ വെക്കുമ്പോഴാണ് നമ്മളുടെ എല്ലാ പ്രശ്നം വരുന്നത്. ഞാൻ ഇത്രേ അവർക്ക് വേണ്ടി ചെയ്തു, ഞാൻ അത്രേ സമയം കൊടുത്തു, അവര് ഇത്ര പോലും ചോദിച്ചില്ല. സോ we don't value ourselves. That is the main point. നമുക്ക് നമ്മളെ വാല്യൂ ചെയ്യണം. If we value ourselves, nobody can beat us in this world. I feel so now. So it's very nice class and superb class. I have heard rendu moonu classes. I have heard about your classes and all. Very nice classes. Very nice and very, so lovingly. Thank you so much. Thank you, ma'am. Thank you very much. Yeah, thanks a lot. And hope we get more classes from you. We can hear from you. Okay. Thank you. Bye-bye. Thank you. Bye. Okay, thank you, ma'am. അടുത്തത് ആരാണ്? ഖദീജ മാമിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ?
ഖദീജ Good ഓ morning, ma'am. ഗുഡ് Khadija മോർണിംഗ്. ma'am. Good morning, ma'am. Happy morning. ഹാപ്പി മോർണിംഗ്. Super. ഇന്നത്തെ ക്ലാസ് എന്താ പറയാ, എന്താണ് ഉള്ളിലേക്ക് അങ്ങോട്ട് പോയിട്ട് ചിന്തിച്ചിങ്ങനെ തരിച്ചിരിക്കായിരുന്നു. നല്ല ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരു ക്ലാസ്. താങ്ക് യു മാം, താങ്ക് യു. നമ്മൾ ആദ്യമൊന്നും ഈ EFT വന്നാതെയാണ് സ്വന്തം സെൽഫിനെ നമ്മൾ പ്രത്യേകമായിട്ട് അംഗീകരിക്കുന്നതും സ്നേഹിക്കുന്നതും. അതിന് മാത്രം നമുക്ക് അതിനോടുള്ള റിസൾട്ട് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. EFT വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മള് എല്ലാരും ഇങ്ങനെ സൽക്കരിക്കും, എല്ലാ കാര്യത്തിലും, ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും മുന്നേന്നുള്ള. പക്ഷെ നമ്മളെ അംഗീകരിക്കുക, നമ്മൾ ഉൾക്കൊണ്ട് ഇന്നേഴ്സിൽ പോയിട്ട് സ്വന്തം സെൽഫിനെ നമുക്ക് എങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയും. അങ്ങനെ സ്നേഹിക്കുന്നിടത്തോളം എന്തുണ്ട് അറിയാം, നമുക്ക് ഒരു എന്താ പറയാ, ഒരു വേറെ സ്നേഹമുണ്ട് നമ്മളോടുള്ളൊരു. അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. താങ്ക് യു മേ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് സൂപ്പറാണ്. താങ്ക് യു ടു ഓൾ. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അടുത്തത് ജസീല മാം. മാം, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മറ്റുള്ളവര് നമ്മളെ കുറിച്ച് പറയുമ്പോഴും കളിയാക്കുമ്പോഴൊക്കെ എനിക്കത് എന്റെ ശരീരത്തും മനസ്സും തട്ടുമായിരുന്നു. ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ സങ്കടപ്പെടും. പക്ഷെ ഞാൻ ഒരിക്കലും ആലോചിക്കാറില്ല അവർക്ക് ഞാൻ എത്രയോ കാര്യങ്ങൾ ബെറ്ററാണ് ഞാൻ ആലോചിക്കാറുള്ളത്. അപ്പൊ മാം പറഞ്ഞപ്പോഴാണ് എത്രയോ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടാണ് ഞാൻ ചെറിയ കാര്യത്തിന് വേണ്ടി സത്യമാണ് മാഡം. ഞാൻ എത്രയോ പേരുന്ന അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പൊ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. മാമിന്റെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. എല്ലാ ക്ലാസ് അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ബിജു സാർ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഹലോ, അടിപൊളി ക്ലാസ് ആയിരുന്നു. ഇതുപോലത്തെ ക്ലാസ്സുകളാണ് ഞങ്ങൾക്ക് ആവശ്യം. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിക്ക് ആവശ്യം. അതുപോലെ തന്നെ EFT പഠിക്കാത്തവർക്കും പഠിച്ചവർക്കും ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലേക്ക് അറിവ് ഇറങ്ങിയാലേ തിരിച്ചറിവായിട്ട് മാറാൻ പറ്റുള്ളൂ. എല്ലാത്തിനും നന്ദിയുണ്ട് മാം. കാരണം ജീവിതത്തില് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകളെ എങ്ങനെയാണ് വരുന്നതെന്നും നമുക്കത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കണമെങ്കിൽ ഇതുപോലുള്ള EFT പോലുള്ള ടൂളുകൾ അത് വ്യക്തമായിട്ട് പഠിച്ചാൽ, വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. പഠിച്ചിട്ട് കാര്യമില്ല, സ്ഥിരം പ്രാക്ടീസോട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളത് വ്യക്തമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. എല്ലാവരും എന്റെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പല രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മാമാരോടും അതുപോലെ രാവിലെയും വൈകിട്ടും മെഡിറ്റേഷൻ തരുന്നു. അതുപോലെ ഇതുപോലെ ക്ലാസ്സുകൾ ഓരോ മാമരും എനിക്ക് എല്ലാവരുടെ പേരറിയത്തില്ല. അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ എന്റെ പേരായിരുന്ന ശാലോടും മാമിനോടും അതുപോലെ നമ്മുടെ ഗുരുവായ റഫീഖ് സാറിന്റെ ഹൃദയത്തിൽ അടുത്തൊക്കെ എന്ന് പറയുന്ന എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. കാരണം നേരത്തെ ഉള്ള റേഞ്ച് പോയി തോന്നുന്നു. താങ്ക് യു സർ. ഹലോ, ബിജു സാറിന് ശരിക്ക് ആ ഒരു ഡ്യൂട്ടിയിൽക്കിടയിൽ കൂടെ നമ്മളെ കേൾക്കുന്നതും നമ്മളോട് സംസാരിക്കുന്നതൊക്കെ ശരിക്കും നമ്മൾ അപ്രിസിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ എന്തായാലും അല്ലെ, അത്രയും ഇതിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, ഞാൻ മോർണിംഗ് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും ലൈവിൽ കാണുന്ന വ്യക്തികളാണ് കുറച്ച് ആളുകൾ ഉള്ളത്. അപ്പൊ അതിൽ പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ബിജു സാറിനെ പോലെ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ആള്. അതിനുള്ള റിസൾട്ടും കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോ അടുത്തത് ആർക്കാണ് ഇനി അടുത്ത? ജസീല മാമിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാം സംസാരിച്ചതാണെന്ന് തോന്നുന്നു അല്ലെ? നസീമ മാം. നസീമ മാം പോയി തോന്നുന്നു അല്ലെ? ഇനിയിപ്പോ ആരാണ്? നമ്മുടെ ദിലീപ് സാറ്, രാജലക്ഷ്മി മാം. രാജലക്ഷ്മി മാമിന് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് ഗോഡ്, താങ്ക് യൂണിവേഴ്സ്. എനിക്കൊരു അപകർഷതാബോധം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? കറുപ്പാണെന്നുള്ളൊരു അപകർഷതാബോധം. ഇപ്പൊ അതൊട്ടും ഇല്ല. കാരണം വെളുത്തവരെക്കാട്ടിൽ എത്രയോ കഴിവുകൾ ദൈവം എനിക്ക് തന്നു. ഞാനത് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നു. കവിത എഴുതും, അസലായിട്ട് കുക്ക് ചെയ്യും, ബേക്കറി സാധനങ്ങൾ ഒട്ടുമിക്കതും ഉണ്ടാക്കും, തയ്യലിന്റെ വെറൈറ്റി ചെയ്യും,
സോപ്പിന്റെ എല്ലാ പ്രോഡക്റ്റും ഉണ്ടാക്കുന്നു, കുട ഉണ്ടാക്കാൻ അറിയാം, കൃഷി, റബ്ബർ ടാപ്പിംഗ് പഠിച്ചു, ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ. അങ്ങനെ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതുകൊണ്ട് എനിക്കിപ്പോ അങ്ങനെ ഒരു അപകർഷതാബോധമേ ഇല്ല. ഒരുപാട് നന്ദി. EFT എത്തിപ്പെട്ടത് കൊണ്ട് അതൊരു കൂടി സന്തോഷവും സമാധാനവും വന്നുകൊണ്ടിരിക്കുന്നു. റഫീഖ് സാറിനും എന്റെ PCA ശീലാകമാവിനും ഈ ഗ്രൂപ്പിലുള്ള ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഞാൻ ഹൃദയം തൊട്ട് നന്ദി പറയുന്നു. മാമിന്റെ ക്ലാസ് സൂപ്പറാണ്. മിക്ക ദിവസങ്ങളിലും മാമും തസ്ലീന മാമും തന്നെ ക്ലാസ് എടുക്കുന്നു. സൂപ്പർ ക്ലാസ്സുകളാണ്. ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. രാവിലത്തെ മെഡിറ്റേഷൻ, രാത്രിയിലെ ടാപ്പിംഗ് സെഷൻ, അങ്ങനെ ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തെങ്ങും കിട്ടാത്ത ഒരു നല്ലൊരു കുടുംബമാണ് നമ്മുടെ EFT ഫാമിലി. ഒരുപാട് നന്ദി, ഹൃദയം തൊട്ട് ഞാൻ പറയുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. മാമിന്റെ അതെന്ന് വെച്ചാല് ആ ഒരു സെൽഫ് ലവ് ആണ് ആ പറഞ്ഞത് മുഴുവൻ. നിങ്ങള് വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത്രയും കാര്യം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതിങ്ങനെ എപ്പോഴും പറയുന്നത്, പക്ഷെ മാം, രാജലക്ഷ്മി മാമിനോടുള്ള ആ ഒരു സ്വന്തത്തിനോടുള്ള ആ ഒരു വിലമതിപ്പാണ് പറയുന്നത്. ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, എനിക്ക് ഇതൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കി മാമിനെ ശരിക്കും ഒരു മാതൃകയാക്കേണ്ടതാണ്, അല്ലേ? ഞാൻ എടുത്തു തരാണ് ദിലീപ് സാറ്. അൺമ്യൂട്ടാണ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് അമ്മേ. അമ്മയാണ്. എനിക്ക് മാമിന്റെ അടുത്ത് വെച്ചൊരു കാര്യങ്ങൾ പറയണ എന്റേതായ അനുഭവങ്ങള്. പറഞ്ഞോളൂ. മോന്റെ കൂടെ ഈ ക്ലാസ് കേട്ടതിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു തുടങ്ങി. ഞാൻ എത്രയോ പേര് എന്റെ അടുത്ത് ഇപ്പൊ പറയാ, ലീല എന്തോ പറ്റി, ലീലയ്ക്ക് എന്തോ ഒരു പഴയ സ്വഭാവം അല്ലല്ലോ, പഴയതിനേക്കാളും ലീല ഇപ്പം ബെറ്റർ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ എന്റെ മോന്റെ കൂടെ പിന്നെ EFT കേൾക്കുന്നത്, നിങ്ങളും വരി, അതിൽ ഞാൻ അടിപൊളിയാണ്. ഇപ്പൊ ഞാൻ എല്ലാ ജോലിയും ചെയ്യുമെങ്കിലും എനിക്കൊരു എവിടെങ്കിലുമൊക്കെ ഇച്ചിരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കും. ഇപ്പൊ അങ്ങനെ അല്ല. ഇപ്പൊ എല്ലാം നല്ല സൂപ്പർ, നല്ല രീതിയിൽ ഞാൻ ചെയ്തു പോന്ന്, നല്ല ആരോഗ്യം, എനിക്ക് എന്റെ രോഗങ്ങൾ മാറി. അതിലാണ് ഞാൻ അങ്ങേറ്റ EFTയോട് നന്ദി പറയുന്നത്. എനിക്കിപ്പൊ നല്ല അടിപൊളി. ഞാനിപ്പൊ 64 വയസ്സുണ്ടെങ്കിൽ എനിക്ക് അത്രയും, ഇപ്പൊ എനിക്ക് സാറ് പറഞ്ഞിട്ടുണ്ട് അത്രയും തോന്നിയെന്ന് പറയാം. ഇപ്പൊ എനിക്ക് നല്ല എനർജിയാണ്. എന്ത് ജോലി ചെയ്താലും എനിക്ക് ഒരു മടിപ്പില്ല. ഞാൻ എല്ലാ ജോലിയും ചെയ്യാൻ അടിപൊളിയായിട്ട് പോന്ന്, സന്തോഷമായിട്ട് പോന്ന്. വീട്ടില് നല്ല സമാധാനമുണ്ട്. എന്റെ മോനോടൊത്ത് ഞാൻ ഇതിരുന്ന് കേട്ടതിലാണ് എനിക്ക് അങ്ങേയറ്റം നന്ദി പറയണ്ട. എന്റെ മോനെ ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു. അമ്മച്ചി വാ, അമ്മ ഇവിടെ ഇരിക്കമ്മേ, അമ്മ ഇവിടെ ഇരിക്കും. എന്റെ പുറകെ നടന്ന് നീ ക്ലാസ് എടുക്കും. സന്തോഷം, നന്ദി പറയുന്നു. സന്തോഷം. ഈ ഒരു വാക്ക് കേൾക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് എനിക്ക് മാത്രമല്ല, എന്നെ പോലെ ഈ കേട്ടിരിക്കുന്ന എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. അമ്മയുടെ ഉള്ളിൽ നിന്നാണ് ഈ വാക്ക് വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്രയും ഉള്ളിൽ തട്ടിയ വാക്കാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓരോരുത്തരും ഒന്ന് കേട്ടിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ഈ ഒരു കോഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫാമിലിയുടെ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേറെ രീതിയിലേക്ക് പറയുന്നില്ല. നമ്മുടെ ഈ ഒരു ഫാമിലിയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണത്. അപ്പൊ അതെ, തീർച്ചയായിട്ടും. അതെ, ശരീരം കൊണ്ട് ഇനി യങ്ങാവട്ടെ, ഇനി ചെറുതാവട്ടെ, അല്ലെ? പല കാര്യങ്ങളും നല്ല രീതിയിൽ നടത്താൻ സാധിക്കട്ടെ. മുന്നോട്ട് പോകും. അതെ, അതാണ് വേണ്ട, ഒരു ഉറച്ച വിശ്വാസം. മനസ്സിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതുപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ്. നമ്മൾ നല്ലത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, നസീമ മാമിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാമിന് ഒരു പ്രാവശ്യം ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പറ്റുന്നില്ല, എന്തോ ഇഷ്യൂ ഉണ്ട് അല്ലേ? മുസ്തഫ സാർ കുറേ സമയമായിട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, സോറി കേട്ടോ. സാർ, മുസ്തഫ സാർ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചെയ്തു നോക്കുവോ? പറ്റുന്നില്ല?
ആളവിടെ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? മുസഫ് സാറ് മെല്ലെ ഓണാക്കിയിട്ട് പോയതാ. ഓക്കെ, അവിടുന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ അത് അൺമ്യൂട്ട് ആവുള്ളൂ. ഞാൻ ഇവിടുന്ന് ഇത് കൊടുത്തിട്ടുണ്ട്, റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഒരുവിധം എല്ലാരും പറഞ്ഞു. നസീം, ആയിഷ മാം ഉണ്ട് അല്ലേ? ആയിഷത്താ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കുവോ? ആയിഷ മാം. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. റമദാൻ മാസത്തിലെ ലാസ്റ്റ് അവസാനത്തെ 10 എല്ലാവരോടും ഞാൻ റമദാനിന്റെ ഇത് പറയുകയാണ്. താങ്ക്സ് ആയിട്ട് നന്നായിട്ട് നോമ്പൊക്കെ നോക്കാൻ സാധിച്ചു. ഉള്ളിന്ന് നോക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. പിന്നെ ഈ EFT എന്ന ഇതിൽ വന്നതുകൊണ്ട് മനുഷ്യനെല്ലാവരും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമ്പത്തും ഉള്ള ഒരു ജീവിതമാകും. EFTയിലേക്ക് എല്ലാവരും വരിക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം നമുക്ക്. അത് നമുക്ക് ഈ നോമ്പ് വ്രതം കൂടെ ആയപ്പോൾ ഈ 2 വർഷം ഞാൻ EFT വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ EFTയിലെ നേട്ടം. അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും സമാധാനവും കളിയാടട്ടെ. അതിനു വേണ്ടിയിട്ട് EFT വരിക. നന്നായി പ്രാക്ടീസ് ചെയ്യുന്നു. എല്ലാ ദിവസവും അവയർനെസ് ക്ലാസ് കേൾക്കും തോറും എന്റെ മനസ്സിൽ ഇപ്പം എല്ലാം എന്റെ മനസ്സിലേക്ക് ഇങ്ങ് വരും ഓരോന്നും. അപ്പൊ മനസ്സിനെ എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പോസിറ്റീവ് കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ അത്രത്തോളം പോസിറ്റീവ് കൊണ്ടുപോകുന്നു. എന്റെ മനസ്സ് വിശാലമാണ്. ഞാന് സാറിന് ഈ EFT എന്ന കുടുംബം നല്ല വിശാലമായി പടർന്ന് പന്തലിക്കട്ടെ. ഒരു നല്ല ഒരു വിശാലമായ വൃക്ഷത്തെ പോലെ അതിലെ കായ്ക്കളും പൂക്കളും എല്ലാം എങ്ങനെയാണോ അത് നമുക്ക് ഉപകാരപ്പെടുന്നത് അതുപോലെ ഓരോരുത്തരുടെ ജീവിതവും ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. അപ്പോ എല്ലാരും കുറെ കാര്യങ്ങൾ ഇനിയിപ്പോ ആർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവർ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പറ്റുന്നവരുണ്ടോ? മുസ്തഫ സാറിനൊക്കെ ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആരാ? സുലോചന മാം വന്നിട്ടുണ്ടല്ലേ? ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ സർ. കേൾക്കണ്ടോ? ആ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നല്ല ക്ലാസ് ആയിരുന്നു, വളരെ അടിപൊളി ക്ലാസ് ആയിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനൊക്കെ ഒരുപാട് അടിച്ചമർത്തപ്പെട്ട വ്യക്തിയായിരുന്നു വളരെ ചെറുപ്പത്തിൽ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം പലപ്പോഴായിട്ട് ഞാൻ തന്നെ സ്വയം ശ്രമിച്ച് കൊണ്ടുവന്നു. ഇന്ന് ഒരുവിധ EFT ക്ലാസ് കേൾക്കുന്നത് കൊണ്ട് ഒരുവിധം നന്നായിട്ട് എന്നെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാറിന്റെ അടുത്ത് തന്നെയാണോ സൗണ്ട്? അടുത്തുള്ള ആരും ആണോ അതോ? ഹലോ ഹലോ, എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടല്ലോ. അത് എവിടെയോ ഒരു അൺമ്യൂട്ട് ആയി കിടപ്പുണ്ട്, അതുകൊണ്ടാണ്. ശരി, എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് സന്തോഷം. സംസാരിക്കാൻ കഴിഞ്ഞ ഞാൻ പലപ്പോഴും ഹാൻഡ് റൈസ് ചെയ്തിട്ട് സംസാരിക്കാൻ കഴിയാറില്ല. നിങ്ങൾക്കും സമയം തീരെ ഉണ്ടാവാറില്ല. വെള്ളിയാഴ്ച ആയിരിക്കും വരുന്നത്. ഹാൻഡ് റൈസ് ചെയ്താലും സംസാരിക്കാൻ കഴിയാറില്ല. പ്രശ്നം അല്ലാതെ ഞാൻ മാക്സിമം എല്ലാരും പരിഗണിച്ചിട്ടേ പോവാറുള്ളൂ. അതെ അതെ അതെ, ശരിയാണ്. വെള്ളിയാഴ്ച എന്നെ അവരെ അതാ പ്രശ്നം. എങ്ങനെ അല്ല, വെള്ളിയാഴ്ച ആവുമ്പോ എന്നെ അവർ ഒഴിവാക്കുന്നു. ഇതിപ്പോ ഞാൻ എന്റെ കയ്യിലാണ് മറ്റെന്നെ അവർ കട്ട് ചെയ്ത് പോകും. ശരി, ഓക്കെ മാഡം, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. രാജലക്ഷ്മി മാമും ദിലീപ് അതുപോലെ ബൈജു ഇവരുടെ എല്ലാവരുടെ സംസാരം എനിക്ക് രാജലക്ഷ്മി മാമൊക്കെ വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പൊ. അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവരുടെ മോനിപ്പോ അടുത്ത് ചെറിയൊരു ആക്സിഡന്റ് പറ്റി സുഖമില്ലാണ്ട് മ്യൂട്ടായി തോന്നുന്നു സാറ്.